നമസ്കാരം. നമുക്കൊരു ചോദ്യം നോക്കാം. ചോദ്യം എന്ന് പറയുമ്പോൾ ഇതിൽ ദ അത്ലറ്റ് ഡാഷ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലേ ഉണ്ട്, ലൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ലൈഡ് ഉണ്ട്, ഹാഡ് ലൈഡ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ V1 V2 V3 അത് ഏതൊക്കെയാണെന്ന് അറിയണം. V1 V2 അതുപോലെ V3 അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ലേ എന്നെടുത്ത് കഴിഞ്ഞാൽ LAY ലേ എന്നെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ V2 ആണ് ലൈഡ്, V3യും ലൈഡാണ്. ഇപ്പോൾ ലേ ലൈഡ് ലൈഡ്. ഇപ്പോൾ ലേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇടുക അല്ലെങ്കിൽ കിടത്തുക അല്ലെങ്കിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഇടുക എന്നുള്ളത് പഠിച്ചാൽ മതി. ഇപ്പോൾ മുട്ടയിടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് പഠിച്ചാൽ മതി. അപ്പോൾ ലേ LAY ലേ V1 ആയി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മുട്ടയിടുക എന്ന് തന്നെയായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ഇടുക, ഇട്ടു, ഇടും, അതാണ് ലേ ലൈഡ് ലൈഡ്. അതിൻ്റെ ING ആണ് LAY ING. കാരണം V1 തുടങ്ങുന്നത് LAY ആയതുകൊണ്ട് ING വെർബും LAY തന്നെ വയ്ക്കും. ഓക്കെ, രണ്ടാമത്തേത് LIE ആണ്, ലൈ. അതിൻ്റെ അർത്ഥം കിടക്കുക എന്നതാണ്. കിടക്കുക, കിടന്നു, കിടക്കും എന്നാണ് വരിക. അപ്പോൾ ലൈ ലേ ലൈൻ എന്നാണ് പറയുക. ലൈ ലേ ലൈൻ. ഇതിൽ LAY ലേ എന്നുള്ളത് നമുക്കിവിടെ V1 ആയിട്ടും വരുന്നുണ്ട്, ശ്രദ്ധിച്ചല്ലോ. അതായത് V1 ആയിട്ട് LAY വരികയാണെങ്കിൽ അതിനർത്ഥം മുട്ടയിടുക എന്നുള്ളതാണ്. അത് V2 ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം കിടന്നു എന്നാണ്. അപ്പോൾ ലൈ ലേ ലൈൻ, ഇതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ആവുക. അപ്പോൾ ഈ ഒരെണ്ണമെങ്കിലും വൃത്തിക്ക് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തേത് LIE തന്നെയാണ്. LIEക്ക് കിടക്കുക എന്നത് കൂടാതെ കള്ളം പറയുക അല്ലെങ്കിൽ നുണ പറയുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ നുണ പറയുക എന്നാണ് V1 എങ്കിൽ നുണ പറയുക, നുണ പറഞ്ഞു, നുണ പറയും എന്നല്ല വരിക. ഇതിൽ ലൈ ലൈഡ് ലൈഡ് എന്നാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഈ LAYക്ക് ING ഇടുമ്പോൾ LAY ING വെർബ് എന്നും, LIE എന്നുള്ള V1ന് ING ഇടുമ്പോൾ LY ING എന്നാണ് വരിക. അതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇതിൽ ലേ എന്ന വാക്ക് ഇപ്പോൾ അത് V1 ആയി വരികയാണെങ്കിൽ മുട്ടയിടുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ V2 ആകുമ്പോൾ ലൈഡ് ലൈഡ് LAID ആണ് വരിക. അതായത് LIE നുണ പറയുക എന്നാണെങ്കിൽ ലൈഡ് ലൈഡ് LIED കഴിഞ്ഞു. LIE തന്നെ കിടക്കുക എന്നുള്ള അർത്ഥമാണെങ്കിൽ ഇതിൽ രണ്ടാമത്തേത് ലേ, കിടന്നു എന്ന് പറയാൻ LAY ആണ് വരിക, കിടക്കെന്ന് പറയാൻ LAIN ആണ് വരിക. അപ്പോൾ ലൈ ലേ ലൈൻ. ഓക്കെ, അതിലെ അത്ലറ്റിൻ്റെ കാര്യമാണ് ചോദ്യത്തിൽ. അത്ലറ്റ് ഡാഷ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. നമ്മുടെ അത്ലറ്റിന് എന്തോ പറ്റി. അപ്പോൾ ഗ്രൗണ്ടിൽ അത്ലറ്റ് കിടക്കുകയാണ്, എന്നിട്ട് ഹെൽപ്പിന് വേണ്ടി കരയാണ്. ഓക്കെ, അപ്പോൾ കിടന്നു എന്ന അർത്ഥത്തിൽ ഏതായിരിക്കും വരിക? ഓപ്ഷനിൽ കിടന്നു എന്ന അർത്ഥം വരുന്ന പദമായിരിക്കും വരിക. ഇതിൽ കിടക്കുക എന്ന് പറയുന്നത് ലൈ അല്ലേ, രണ്ടാമത്തെ, അതായത് LIE അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈ ലേ ലൈൻ എന്നതാണ് നമ്മുടെ V1 V2 V3. അപ്പോൾ ഓപ്ഷൻ A നോക്കുകയാണെങ്കിൽ LAY ആണ്. LAY എന്ന് പറയുമ്പോൾ മുട്ടയിടുക എന്നുള്ള അർത്ഥത്തിൽ V1 ആയിട്ട് ഉപയോഗിക്കും, കിടന്നു എന്ന അർത്ഥത്തിൽ V2 ആയിട്ട് ഉപയോഗിക്കും. ഇനി LIED ആണെങ്കിൽ നുണ പറയുക, നുണ പറഞ്ഞു, ആ ഒരു മീനിങ്ങാണ് വരിക. ഹാഡ് ലൈഡും ആ ഒരു മീനിങ്ങാണ് വരിക. പിന്നെ LAID എന്നുള്ള C ഓപ്ഷൻ ആണെങ്കിൽ വരുന്നത് ഇട്ടു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഏതാ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ഓപ്ഷനാണ് വരിക. LAY കിടന്നു എന്നാണ് വരിക കേട്ടോ. അത്ലറ്റിൻ്റെ കാര്യമായതുകൊണ്ട് കിടന്നു എന്ന് തന്നെയാണ് വരിക.